ജമാഅത്തെ ഇസ്ലാമിയെ വിശുദ്ധരാക്കാൻ ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുമ്പോഴും സംഘടന പ്രോത്സാഹിപ്പിക്കുന്നത് ആഗോള തീവ്രവാദത്തെ. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് മതരാഷ്ട്രവാദം, ഭീകരവാദ സംഘടനകളുടെ നേതാക്കളെ വെള്ളപൂശി നവോത്ഥാന നായകരാക്കി ഉൾക്കൊള്ളിക്കുന്നതാണ്. പാഠഭാഗങ്ങൾ മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ മോറൽ സയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പാഠഭാഗങ്ങളിൽ മതരാഷ്ട്രവാദം പഠിപ്പിക്കുന്നത്. നിർണായകമായ തെളിവുകൾ ജനം TV പുറത്തുവിടുന്നു. ജനം ബ്രേക്കിംഗ്. കേരളത്തിലെ UDF അടക്കമുള്ള രാഷ്ട്രീയ മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും മതരാഷ്ട്രവാദം മുറുകെ പിടിക്കുകയാണ് സംഘടന. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ തയ്യാറാക്കിയ പാഠഭാഗങ്ങൾ പൂർണ്ണമായും മതരാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്നു. ഇതോടൊപ്പം ഹമാസ്, അൽ-ഖ്വയ്ദ, ISI, ലഷ്കർ-ഇ-തോയ്ബ തുടങ്ങിയ ആഗോള ഭീകരവാദ സംഘടനയിലെ തലവന്മാരെ പാഠഭാഗങ്ങളിൽ വിശുദ്ധരാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ മോറൽ സയൻസ് വിഷയമായാണ് ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്. 7ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിൽ നവോത്ഥാന നായകർ എന്ന പാഠഭാഗത്തിൽ ഭീകരവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളായ ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ് എന്നിവരുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവരെ നവോത്ഥാന നായകരായും ചിത്രീകരിക്കുന്നു. ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഭീകരവാദ സംഘടന രൂപീകരിച്ച ഷെയ്ഖ് അഹമ്മദ് യാസിനും ജമാഅത്തെ ഇസ്ലാമിക്ക് നവോത്ഥാന നായകനാണ്. ഇതെല്ലാം പാഠഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുമുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന കാരണത്താൽ കേരള പോലീസ് 153A പ്രകാരം കേസെടുത്ത വഴിയടയാളങ്ങൾ എന്ന പുസ്തകവും കുട്ടികളിലേക്ക് എത്തിക്കുന്നു. സൗദി അറേബ്യ, UAE അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിരോധിച്ച പുസ്തകമാണ് ജമാഅത്തെ ഇസ്ലാമി മഹത്തരം എന്ന് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത്. മതരാഷ്ട്രവാദത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി വ്യതിചലിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഈ അവകാശവാദം വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിയിക്കുകയാണ് മദ്രസ സ്കൂൾ പാഠഭാഗങ്ങൾ. 10ാം ക്ലാസ്സിലെ പ്രകാശദീപം എന്ന പാഠപുസ്തകത്തിൽ 20ാം നൂറ്റാണ്ടിന് വെളിച്ചം നൽകിയത് ബന്നയും ഖുത്ബും മൗദൂദിയും ആണെന്ന് പറയുന്നു. തീവ്രവാദിയായ ബന്നയുടെ മരണത്തെ രക്തസാക്ഷിത്വമായും മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. ബന്നയുടെ മുദ്രാവാക്യമായ ജിഹാദാണ് ഞങ്ങളുടെ മാർഗം, ഖുർആൻ ആണ് ഞങ്ങളുടെ ഭരണഘടന, ദൈവമാർഗത്തിലെ മരണം ഞങ്ങളുടെ മോഹന സ്വപ്നമാണ് എന്നതും പഠിപ്പിക്കുന്നു. 9ാം ക്ലാസ്സിലെ ഹദീസ് പഠനം എന്ന പുസ്തകത്തിൽ വൻ പാപങ്ങൾ എന്ന അധ്യായത്തിൽ മതപരിത്യാഗി, വിവാഹിതനായ വ്യഭിചാരി, ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ അട്ടിമറി ശ്രമം നടത്തുകയോ അസ്വസ്ഥത സൃഷ്ടിക്കുകയോ ചെയ്യുന്നവരെ കൊലപ്പെടുത്താമെന്നും പറയുന്നുണ്ട്. ഇസ്ലാം മതം ഉപേക്ഷിച്ചവരെയും കൊലപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്യുന്നു. പാഠഭാഗങ്ങളിൽ പൂർണ്ണമായും രാഷ്ട്രവിരുദ്ധതയും കുട്ടികളെ ആയുധമെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ മതേതര സംവിധാനം തകർക്കാനുമാണ് പ്രേരിപ്പിക്കുന്നത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോഴും ഭീകരവാദമാണ് അവരുടെ ആശയങ്ങളെന്ന് തെളിയിക്കുന്നതാണ് ഈ പാഠപുസ്തകങ്ങൾ. രൂപീകരണ കാലം മുതൽ തന്നെ ദേശവിരുദ്ധതയാണ് അവരുടെ മൂർച്ചയേറിയ ആയുധം. ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.